ദിനവിശുദ്ധർ മെയ് 16 വിശുദ്ധ ജോൺ നെപ്പോമുസേൻ രക്തസാക്ഷി. കുമ്പസാര രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ ത്യജിച്ച ജോൺ നെപ്പോമുസേൻ ബൊഹേമിയയിൽ നെപ്പോമുക്കിൽ പൂജാതനായി. ജനിച്ച ഉടനെ ഉണ്ടായ മാരകമായ രോഗത്തിൽ നിന്ന് ദൈവമാതാവിൻ്റെ സഹായത്താൽ സുഖം പ്രാപിച്ചതിന് കൃതജ്ഞതയായി ജോണിനെ ദൈവശുശ്രൂഷയ്ക്ക് പ്രതിഷ്ഠിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി. യുവാവായ ജോണിൽ പ്രകാശിച്ച ശാന്തത, ശാലീനത, ദൈവഭക്തി, പഠന സാമർഥ്യം മുതലായ ഗുണങ്ങൾ ഭാവിശ്രയ ശകുനമായിരുന്നു. രാവിലെ അടുത്തുള്ള ആശ്രമത്തിലെ കുർബാനകളെല്ലാം കാണും. ശേഷം സമയം പഠിക്കും. താമസിയാതെ ദൈവശാസ്ത്രത്തിലും സഭാനിയമത്തിലും ബിരുദം നേടി വൈദിക പട്ടം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സുമധുരമായിരുന്നതിനാൽ യുവജനങ്ങൾ അവ കേൾക്കാൻ തടിച്ചുകൂടിയിരുന്നു. 1376 16-ാമത്തെ വയസ്സിൽ വെഞ്ചസ്ലാസ് ബൊഹേമിയ രാജാവായി. യൗവനത്തിൽ ലഭിച്ച അധികാരവും പ്രൗഢിയും രാജാവിനെ മദ്യപാനിയും അലസനുമാക്കി. എങ്കിലും ഫാദർ ജോണിനെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് നോമ്പുകാല പ്രസംഗത്തിന് ക്ഷണിച്ചു. സംതൃപ്തനായ രാജാവ് അദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനവും ചാൻസലർ സ്ഥാനവും വെച്ച് നീട്ടി. അദ്ദേഹം അവയെല്ലാം പരിത്യജിച്ച് ദരിദ്ര സേവനത്തിൽ കഴിഞ്ഞു. വെഞ്ചസ്ലാസ് രാജാവ് വിവാഹം കഴിച്ചത് ബൊവേരിയ രാജാവ് ആൽബർട്ടിൻ്റെ മകൾ ജെയിനെയാണ്. രാജാവ് രാജ്ഞിയെ സ്നേഹിച്ചിരുന്നെങ്കിലും രാജ്ഞിയുടെ വിശുദ്ധ ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. തന്നോട് പ്രദർശിപ്പിച്ചിരുന്ന ആർദ്രത പോലും രാജാവ് സംശയിച്ചു. രാജ്ഞിയുടെ കുമ്പസാരക്കാരനായിരുന്ന ഫാദർ ജോണിൽ നിന്ന് അവരുടെ കുമ്പസാരത്തിൻ്റെ രഹസ്യങ്ങൾ പിടിച്ചെടുക്കാൻ രാജാവ് ശ്രമിച്ചു തുടങ്ങി. നേരിട്ട് കുമ്പസാരത്തെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചു. മർദ്ദനം ആരംഭിച്ചു. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു ജയിലിലടച്ചു. മർദ്ദന യന്ത്രത്തിൽ കിടത്തി. എന്നിട്ടും രാജാവിനാവശ്യമായ കുമ്പസാര രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. കോപിഷ്ഠനായ രാജാവ് ആജ്ഞാപിച്ചു, ഈ മനുഷ്യനെ ഇരുട്ടാകുമ്പോൾ പുഴയിലെറിയുക, ജനങ്ങൾ അറിയരുത്. കൈകാലുകൾ ബന്ധിച്ച് പ്രേഗിൽ കൂടി ഒഴുകുന്ന മുൾഡ നദിയിൽ 1383 മെയ് 16 ആരാച്ചാരന്മാർ അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു. നദീതീരത്ത് കണ്ട വിളക്കുകളെപ്പറ്റി ചക്രവർത്തി അന്വേഷണം നടത്തി. ആരാച്ചാരന്മാർ വിവരം രഹസ്യമായി പാലിച്ചില്ല. സംഗതി ഗ്രഹിച്ച ജനങ്ങളും മറ്റും ചേർന്ന് ഫാദർ ജോണിനെ ഭക്തിപൂർവ്വം സംസ്കരിച്ചു. ഒരു കോഴിയെ വറുത്തത് ശരിയാകാഞ്ഞിട്ട് പാചകക്കാരനെ തീയിൽ ദഹിപ്പിച്ചവനാണ് വെഞ്ചസ്ലാവ് രാജാവ്. ഫാദർ ജോണിൻ്റെ ശവകുടീരത്തിലെ ശിലാലിഖിതം ശ്രദ്ധേയമാണ്. ഡോക്ടറും ഈ പള്ളിയിലെ കാനനും ചക്രവർത്തിനിയുടെ കുമ്പസാരക്കാരനും അത്ഭുത പ്രവർത്തകനുമായ ജോൺ നെപ്പോമുസേൻ കുമ്പസാര രഹസ്യം അഭംഗുരമായി പാലിച്ചതിന് ഇതുനിമിത്തം ചാൾസ് 4-ാമൻ്റെ മകൻ ബൊഹേമിയൻ രാജാവും ചക്രവർത്തിയുമായ വെഞ്ചസ്ലാവ്സ് ചതുർത്ഥൻ്റെ ആജ്ഞപ്രകാരം മർദ്ദിക്കപ്പെടുകയും പ്രേഗുപാലത്തിൽ നിന്ന് മുൾഡ നദിയിലേക്ക് എറിയപ്പെടുകയും ചെയ്തു. വിചിന്തനം: തിരുസഭയുടെ നിയമസംഹിതയിൽ ശ്രേഷ്ഠമാണ് കുമ്പസാര രഹസ്യം. അത് പാലിക്കുന്നതിലുള്ള വിശ്വസ്തത ശ്രേഷ്ഠമായി തന്നെ നിലകൊള്ളുന്നു. ആകയാൽ ആരും കുമ്പസാരിക്കാൻ ഭയപ്പെടേണ്ടതില്ല.